അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ എവിടെയാണെന്നുള്ളത്. അപ്പം മച്ചന്മാരെ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പായിട്ട് ഓണായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് അയർലൻഡിലെ റോസ് കോമൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് റോസ് കോമൺ നമ്മളത് ഡോണികളിൽ പോകും. അപ്പം ഒരു 2 days ട്രാവൽ ട്രിപ്പാണ്. അപ്പം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് റോസ് കോമണിലുള്ള ദ ലോക്കി ഫോറസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി പാർക്കിലാണ്. അടിപൊളിയാണ്. അപ്പം ഞാൻ അവിടെ എൻട്രിയും കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾ പണ്ട് ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഗുഹയ്ക്കകത്തുനിന്നാണ് ഗൈസ് ഞാൻ ഇപ്പം ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓർത്തൊക്കെ ഒരു വലിയ ഗുഹയ്ക്കകത്ത് നമ്മൾ മാത്രം അടിപൊളിയല്ലേ, രക്ഷത്തില്ല. അതാണല്ലോ നല്ല കേട്ടോ, നല്ലൊരു എന്താ ശരിക്കും നല്ല അടിപൊളി ഫീൽ കേട്ടോ, ഒരു വെറൈറ്റി ഫീലാണ് ഈ ഗുഹയ്ക്കകത്ത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഞാൻ ആക്ച്വലി ഇൻട്രോ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഓർത്ത ഇൻട്രോ ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻട്രോ എടുക്കാൻ ഫസ്റ്റ് ടൈം എടുക്കേണ്ട ഒരു വലിയ ഗുഹ. ബട്ട് ഒരു ഗുഹയാണ്, പണ്ട് കാലത്തെ ഒരു സംഭവമാണ്. ശരിക്കും സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചൊക്കെ ഗൈസ് കണ്ടോ, മുകളിൽ നിന്ന് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ലൈറ്റ് കൊടുത്ത കാര്യങ്ങളല്ല, എന്തായാലും അടിപൊളിയാണ്. അപ്പം അടിപൊളി വീഡിയോ ആണ് വരാൻ പോകുന്നത്, നല്ലൊരു ഏരിയ ആണ്. അപ്പം റോസ് കോമണിലാണുള്ള ലോക്ക് പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. അപ്പം ഞങ്ങൾ കാപ്പിപ്പൊടി കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ വീണ്ടും ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു അടിപൊളി വ്യൂ ഉണ്ട് ഇന്ന് ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളെല്ലാം ആണ് ഇന്നത്തെ വീഡിയോയിലുണ്ടാവുക. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇവിടെ നിന്ന് പോകുന്ന റോസ് കോമൺ ആണ്. നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്ന റോസ് കോമൺ ആണ്. അപ്പോൾ സ്റ്റേക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ മെല്ലെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയാം എന്താണ് നോക്കി. പക്ഷേ ഇവിടെ നല്ല രസമുണ്ട്, നല്ല വ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കണ്ടത് ഇത് ടോയ്ലറ്റാണ്. നമുക്ക് ഈ ബാക്കിൽ കാണുന്ന ഈ ഗ്രീൻ കളർ ടോയ്ലറ്റാണ്. നമുക്ക് അവിടെ നേരത്തെ പറയുന്നത് തന്നെ കോഫി, അവിടെ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാം. പുറകിൽ നല്ല വ്യൂ കണ്ടോ, നല്ല വിശാലമായ വ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട് പുറകിൽ. അടിപൊളിയാട്ടോ, നല്ലൊരു ഏരിയ സെറ്റാണ്. അപ്പം ഞങ്ങൾ ബാക്ക് ടു സ്റ്റാർട്ടിങ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. നെക്സ്റ്റ് ഇവിടെ കാര്യമായിട്ട് ഞങ്ങൾ നല്ല ബ്രെഡും ചിക്കനും വിളമ്പുന്നു. അമ്മയും പെണ്ണെ ഒരായി പറയാം അമ്മുച്ച ഒരായി പറയേ അപ്പൂസും ജോബോട്ടും. ഇതാ ഞങ്ങൾ ഇവിടെ നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ഏരിയ, നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ്. നല്ലൊരു പാർക്കിങ്ങും അതുപോലെ തന്നെ നമുക്ക് നല്ല വ്യൂ ആട്ടോ, നല്ലൊരു കാഴ്ച, നല്ല വ്യൂ ആണ്, നല്ലൊരു ലേക്ക് വ്യൂ ആണ്. നമുക്ക് ഇതിൽ മെല്ലെ ഇറങ്ങിപ്പോയാൽ താഴോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് കാണാനുള്ള സംഭവങ്ങളും അതുപോലെ നമുക്ക് ഫിഷിംഗ് എല്ലാം ഉണ്ടെന്നാണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നമ്മൾ കാപ്പി കുടിക്കാനല്ലേ പോലും നമുക്കങ്ങ് ദൂരെ നമുക്കൊരു ഇതുണ്ടോ, ഒരു കോഫി കൗണ്ടർ പോലെ ഒരെണ്ണം ദൂരെ ഉണ്ട്. അവിടെ പോയാണ് കോഫി കുടിക്കാം. അപ്പം ഞങ്ങളെന്നാ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് കാണാം. ഇവിടെ ഫുള്ള് ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് ഇരുട്ട് കണ്ടോ. നമ്മൾ കാടിൻ്റെ നടുക്കൂടെ വരുമ്പോൾ നല്ല ഭയങ്കര രസമാണ്. നല്ല പച്ചപ്പൊക്കെ കണ്ടോ, നല്ല രസമുള്ള സ്ഥലമാണ്, ഭയങ്കര ഭംഗിയാട്ടോ. നമ്മൾ ആ ഇരുട്ടിൽ നിന്ന് പെട്ടെന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ആൽമോസ്റ്റ് നല്ല ലൈറ്റിൽ നിന്ന് നമ്മൾ ഇരുട്ടിലോട്ട് കയറുന്നതാണെങ്കിലും ഉള്ളിൽ ഭയങ്കര ഭംഗിയാണ് സ്ഥലങ്ങൾ കാണാനായിട്ട്. നല്ലൊരു നല്ല വൈബാണ്. ഇങ്ങോട്ടുള്ള ചെറിയ ചെറിയ വഴികളുണ്ട്. ശരിക്കും നമ്മളൊരു ഫോറസ്റ്റിനകത്തോട്ട് കയറി വരുന്ന ഒരു ഫീലാണ്. ആ ചെറിയ പോർഷനുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ബോയിൽ ടിയം ടൗൺ ആൻഡ് മോർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള നമ്മുടെ ഒരു ലോങ് കീ എന്ന് പറയുന്നൊരു കംപ്ലീറ്റ്ലി ഒരു അഡ്വഞ്ചർ സ്ഥലമുണ്ട് കേട്ടോ. ലോങ് കീ ഞാൻ കാണിച്ചു തരാം. ലോങ് കീ ഫോറസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി പാർക്കാണത്. ലോങ് കീ ഫോറസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി പാർക്ക്. ഇപ്പോൾ നമ്മളിവിടെയാണ് ഉള്ളത്. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കി നമുക്ക് ലോങ് കീ ഫോറസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി പാർക്ക് എന്നാണ് കാണാം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണ്, നമ്മളെല്ലാവരും ഉണ്ട്. ഇവിടെ ഉള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് കയറി വരുന്ന മാപ്പിൽ തന്നെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഒരു വലിയ മാപ്പ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ആയിട്ട്.
അപ്പം അത് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളത് ഇതല്ല വേൾഡ് ടൗൺ റെയിൽ. അതിൻ്റെ അകത്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏകദേശം 10-22 സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ റൂട്ട് മാപ്പും കാര്യങ്ങളെല്ലാമാണ് ഇപ്പുറത്തും കൊടുത്തിരിക്കുന്നത്. നല്ല സിനിക് വ്യൂ കേട്ടോ, അടിപൊളി. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. എന്തായാലും അടിപൊളി, നല്ല കാലാവസ്ഥയാണ്. ചെറിയ തണുപ്പും അധികം വെയിലും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥയാണ്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. ലാവിഷ് കാർ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് മെല്ലെ കയറാം, ഉള്ളിലോട്ട് കയറി നോക്കാം. ഇതാണ് നമ്മുടെ ലോക്കി ഫോറസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി പാർക്കിൻ്റെ അഡ്മിഷൻ ചാർജസും ഡീറ്റെയിൽസും. ഏത് പരിപാടിക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത് അതിൻ്റെ ചാർജ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പം ചൂസ് ചെയ്തിട്ട് നമുക്കുള്ള ടൈം അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഏത് വേണമെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് എടുക്കണം. ഇതുണ്ട് ഇവിടെ പലതുണ്ട്. സിപ്പിറ്റ് ഫോറസ്റ്റ് ആൻഡ് ലോക്കി ബോട്ട്സ് ഉണ്ട് ഇവിടെ. കയാക്കിംഗ് അങ്ങനെ കയാക്കിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. എന്തായാലും അടിപൊളി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് 3-4 ആക്ടിവിറ്റീസും എടുത്തിട്ടുണ്ട്. ഉള്ളിൽ കയറട്ടെ. നമുക്കിവിടെ തന്നെ കോഫി ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ചായ പിടിക്കാം. പിന്നെ റെസ്റ്റ് റൂമും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഏരിയ ആണ്. ഈ ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം നല്ലതുണ്ട്. നല്ല ഇവിടെയാണ് നമുക്ക് ടിക്കറ്റിങ് വരാം. ടിക്കറ്റിങ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും ഇവിടെ കോഫി കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടും. നമ്മളിവിടെ നിന്നാണ് ത്രൂ ആണ് എൻട്രി ചെയ്ത് ഉള്ളിലോട്ട് വന്ന് ഈ വഴിയാണ് വന്നത്. ഇതാണ് നമ്മൾ എടുത്ത ടിക്കറ്റാണ് കേട്ടോ. നമുക്ക് അഡൽട്ട്സിന് 10 യൂറോ, പിള്ളേർക്ക് 5 യൂറോ വരും. പിന്നെ സീനിയർ സിറ്റിസണിൻ്റെ അവർക്ക് 8 യൂറോ ആണ് ടിക്കറ്റ് ഫെയർ വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ ബാർകോഡാണ് നമുക്ക് സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറേണ്ടത്. ഇവിടെ സ്കാൻ ചെയ്യാനുള്ളത്. അങ്ങനെ നമുക്ക് ഓരോരുത്തരായിട്ട് സ്കാൻ ചെയ്യണം. ഫോട്ടോ സ്കാൻ ചെയ്ത് എല്ലാവരും സ്കാൻ ചെയ്യാൻ അവിടെ നിൽക്കുകയാണ് ക്യൂ ആയിട്ട്. ജോക്ക് ഉച്ചി താത്തി പിടിക്കുക. ഇച്ചിരി കൂടെ താത്ത്. ഇച്ചിരി താത്തി വെച്ചായി. നമുക്ക് കയറി വരുമ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ട്. ഹലോ ആൻഡ് എ വാം ആൻഡ് ഹാർട്ടി വെൽക്കം ടു ദ ലോക്കി എക്സ്പീരിയൻസ്. ഈ എല്ലാ രീതിയിലും നമുക്ക് സ്കാൻ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്യാം. ഇറ്റാലിയൻ വരെ ഉണ്ട് കേട്ടോ. ഇറ്റാലിയൻ വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മന്ദം എല്ലാവരും ഭയങ്കര വാമായി, ഫുൾ ഉഷാറില്ല, ഫുൾ ഓണാണ് എല്ലാവരും. കാരണം അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ്. മൈൻഡ് യുവർ ഹെഡ്. ഇതൊരു വലിയ ഗുഹയാണല്ലോ ലോക്കി. ഒളിത്താവളങ്ങൾ. ഇവിടെ ചായനും പിടിക്കാം കേട്ടോ. ഓക്കെ. അണ്ടർഗ്രൗണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ട് കേട്ടോ. അണ്ടർഗ്രൗണ്ട് സീക്രട്ട്. നമുക്ക് ഡിസൈൻഡ് ഇൻ 1809 ബൈ റിനോഡ് ഇംഗ്ലീഷ്. അത് തുടങ്ങും പോലെ ഉണ്ട്. ഇത് അണ്ടർഗ്രൗണ്ട് സീക്രട്ട് ഏരിയ റോക്കി. ഗുഹയാണ്. ഓരോ 1809 അപ്പോൾ ശരിക്കും എത്തി വെക്കുന്ന പോലെ ഉണ്ട് അല്ലേ? അത് നല്ല ഉള്ളിലൊന്നുമില്ല. ഗുഹയാണ്. ഗുഹയിലോട്ടുള്ള വെട്ടമാണ്. ഇതുണ്ട്. ഇത് ഗുഹയിലേക്കുള്ള വെട്ടോട്ടം കൊടുക്കുന്നത്. ശരിക്കും വേറെ ഒന്നുമില്ല, മൊത്തം ഗുഹയാണ്. ലോക്കി എന്നാണ്
ഹൗസ് മെയ്ഡ് ആ വേലക്കാരിയായിട്ടാണ് ഇത്ര എത്തിയോട്ടോ. ഹന്നനെ കണ്ടേ വീട്ടാണ് ഗൈസ്. ഹന്ന ഹന്നെ ഒരു രക്ഷയില്ലല്ലോ, ഒറ്റയ്ക്കല്ലേ ഇങ്ങനെ ഇരിക്കല്ലേ. ഹന്ന ഇങ്ങനെ ഗുഹയ്ക്കകത്തോടെ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇതൊരു എല്ലാത്തൊരു സീക്രട്ട് പ്ലേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. സീക്രട്ട് പ്ലേസ് നോക്കി എന്താ അങ്ങേ അറ്റത്തെ താഴ്ത്തി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ എൻട്രി, ടൂറിൻ്റെ എൻട്രി. നമ്മളിവിടെ കയറി. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ്. ഇത് സെക്കൻഡ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ ഇമാജിൻ ഫ്രം ഇറ്റ്സ് സൈസ് ജസ്റ്റ് ഹൗ ഹ്യൂജ് ദ ഹൗസ് മസ്റ്റ് ഹാവ്. Then as you have already seen, the house cost is 26,500 euro. But consider this is the interest including the house cost a staggering of 4 lakh euro or 30 million euros. 30 million dollars ആണ്. എന്തായാലും ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഉണ്ടായിരുന്നതെല്ലാം നശിച്ചു പോയി, എല്ലാം യുദ്ധകാലത്ത് പൊട്ടിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ പുറകിൽ പോയി നോക്കാം, അതിൻ്റെ പുറകിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നറിയാം. ഇതാണ് മോയിലുക് ടവർ. നമ്മൾ സ്റ്റെപ്പ് വഴിയും വരാം. മോയിലുക് ടവർ എന്നാണ് ഇത് പറയുന്നത്. ഇറ്റ് വാസ് ബിൽഡ് ഷോർട്ട്ലി ആഫ്റ്റർ ദ ഹൗസ് വാസ് റേസ്ഡ് ഫ്രം ദ ഗ്രൗണ്ട് ഇൻ ദ നെയ്മഡ് ഓണർ ഓഫ് എന്ന് പറയാം. അന്നത്തെ കാലത്ത് പണിതാണെന്നല്ലാണെന്ന് പറയുന്നത്. പക്ഷേ ഇത് പറയാൻ നമുക്ക് എനിക്കൊന്ന് ആ ഒരു റീകൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് കംപ്ലീറ്റ് ഇവിടുത്തെ കാര്യങ്ങൾ കാണാം. നമ്മളിപ്പോൾ ശരിക്കും റോസ് കോമണിൻ്റെ ഒരു നല്ല ഏരിയ നമുക്ക് കാണാം. പിന്നെ ഈ ഒരു അഡ്വഞ്ചർ പാർക്കിനുള്ളിലുള്ള എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളതും നമുക്കെല്ലാം കാണാം കേട്ടോ. റോഡുകൾ, അങ്ങോട്ട് പോകുന്ന വഴികളും കാര്യങ്ങളും കണ്ടോ. അവിടുത്തെ നമ്മുടെ ലേക്ക് കാര്യങ്ങളെല്ലാം നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ. നമുക്ക് ഇവിടുന്ന് കായാക്കിങ് അവിടെ തന്നെ ഉണ്ടല്ലേ. നമുക്ക് ഇവിടുന്ന് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമുക്ക് ഇതുപോലെ ലിഫ്റ്റ് എടുത്ത് താഴോട്ട് പോകാം. അടുത്ത നമ്മൾ ഈ ഒരു സംഭവമാണ് കാണാൻ പോകുന്നത്. സാഡ് ഡിസ്മിസ് ഓഫ് റോക്കിംഗ്ഹാം ഹൗസ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊരു രസമാണ്. ഇവിടെ കുറേ ഗുഹകളുണ്ട്, കുറേ ഗുഹയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമുക്കിങ്ങനെ വെള്ളമൊന്നും ഉണ്ട് കേട്ടോ. വെള്ളം പോകുന്നു, മണവും കാര്യങ്ങളുണ്ട്. ഇവിടെ പല പല കാര്യങ്ങളും അന്നത്തെ പണിയായുധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അത് എനിക്കൊന്ന് പൊളിഞ്ഞു പോയ സംഭവമാണ്. മൊത്തത്തിൽ അന്നത്തെ ഒരു യുദ്ധം നടന്നപ്പോൾ ഇവിടെ മൊത്തം പൊളിഞ്ഞു പോയി എന്നാണ് എനിക്ക് ഈ ഒരു കൺസെപ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലായത്. ഇവിടെ കുറച്ച് സ്ലിപ്പറാണ് കേട്ടോ. പിന്നെ സ്ലിപ്പ് നോക്കി പോകണം. ഇവിടെ തെന്നുന്നുണ്ട്. ഇവിടെ ഒരു സ്മോക്ക് റൂം എന്നുണ്ട്. ഓരോ റൂമാട്ടോ ഇത്. ശരിക്കും നമുക്കിതോടെ ഇത്രയും നമ്മൾ വന്ന സ്ഥലം ഇവിടെ സ്മോക്ക് റൂം. അത് പണ്ട് ഇറച്ചി ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്ന സ്ഥലമാണ്. ഇറച്ചി രക്ഷയില്ല. ഈ ഒരു ഏരിയയാണ് പണ്ട് ഇറച്ചി അവർ ഹീറ്റ് ചെയ്ത് ഒഴുക്കി അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ഗുഹ. ആ ഗുഹയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കി എന്ന വ്യൂ ആണെന്നൊക്കെ ഒരു രക്ഷയില്ലാത്തില്ല. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ ചെറിയ അത് കണ്ടോ മലകൾ, ഒരു ചെറിയ ഐലൻഡ് പോലത്തെ ചെറിയൊരു കട്ട് ചെയ്ത് കിടക്കുന്നതാണ് ഓരോന്നായിട്ട്. കണ്ടോ അവിടെയുണ്ട് ഒരെണ്ണം, അതുപോലെ അപ്പുറത്തും ഉണ്ട് ഒരെണ്ണം. കണ്ടോ ഇതെല്ലാം ഓരോന്നിങ്ങനെ കട്ട് ചെയ്ത് കിടക്കുന്നത് കണ്ടോ. ഇതിൻ്റെ സംഭവം ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് എന്താണ്. ഇത് മിസ്റ്ററീസ് ഓഫ് ലോക്കി. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ ഓരോ ചെറിയ തിരിച്ചിരിക്കുന്ന ഐലൻഡുകളുടെ അല്ലെങ്കിൽ ഐലൻഡിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ അകത്തുള്ള മിസ്റ്ററീസ് എന്താണെന്നാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് പല ഭാഷയിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐറിഷും ജർമ്മനിയും ഇറ്റാലിയനും ഭാഷയിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വായിക്കുകയാണെങ്കിൽ വായിക്കാൻ ഇവിടെ ഇരുന്ന് നമുക്ക് വായിച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് കുറേ വായിക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അത് വായിച്ച് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുക്കാം. അതിൻ്റെ അകത്ത് അവർ പറയുന്ന ഓരോ ഐലൻഡിലും എന്നാൽ ചെറിയ ഐലൻഡായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐലൻഡിലും പല മിസ്റ്ററീസും ഉണ്ട് എന്നാണ്. പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ബോട്ട് എടുത്താലും മൊത്തം കറങ്ങാൻ പറ്റും എന്നുള്ളൊരു ഫെസിലിറ്റി ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഐലൻഡിൽ പോയി ഇറങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്ക് അറിഞ്ഞത്. ഐലൻഡിൽ പോയി ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ബോട്ട് എടുത്ത് ഐലൻഡ് ചുറ്റും നടക്കാം. ഇപ്പോൾ നമുക്ക് നമ്മൾ നല്ലൊരു ഫുള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആട്ടോ. കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ. അകത്തോടെ ശരിക്കും നാട്ടിൽ നമ്മൾ
ഒരു കാട്ടിൽ വന്നവരുടെ അവസ്ഥയാണ് ശരിക്കും ഇപ്പം എനിക്ക് തോന്നുന്ന നാട്ടിൽ അതേ അവസ്ഥയാണ്. ഒരു നമ്മുടെ ഫോറസ്റ്റിനകത്തോടെ നമ്മളിങ്ങനെ തിരപ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്, നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ഫോറസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു ഇച്ചിരി ഹൈറ്റുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇച്ചിരി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജെല്ലാം പോലെ, നാട്ടിലെ ഗ്ലാസ് ബ്രിഡ്ജെല്ലാം പോലെ ഉള്ളൊരു ചെറിയ പൊക്കമുള്ള ഒരു സ്ഥലത്തോട്ട് കണ്ടോ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ബ്രിഡ്ജാണ്, അടിപൊളി ബ്രിഡ്ജ് കേട്ടോ. കണ്ടോ, അങ്ങനെ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കാണാം. ട്രീ ടോപ്പ് വാക്ക്, ഇതാണ് ട്രീ ടോപ്പ് വാക്ക്. അപ്പം ഇതിങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ട്രീ ടോപ്പ് വാക്കാണ്. മൊത്തം മരം കൊണ്ട് പണിത ഒരു സെറ്റ് ഇതുണ്ടോ, അത് അടിപൊളി. ഈ ഒരു ഇതും ഇതുപോലെ അങ്ങോട്ടും എല്ലാം ആയിട്ട് അടിപൊളി കേട്ടോ. നല്ലൊരു വാക്ക്, അതിൻ്റെ കൂടെ നല്ല സീനാണ്. സൈഡിലെല്ലാം അടിപൊളി സീനും കാര്യങ്ങളാണ്. ഇവിടെ ഒരു കാസ്റ്റൽ ഐലൻഡ് പറ്റി പറയുന്നുണ്ട്. സ്മോൾ ഐലൻഡ് യു ക്യാൻ സീ ഓവർ യുവർ ലെഫ്റ്റ് വൺസ് ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഓഫ് ദ ഓൾ ദ ലാൻഡ്. അതൊരു വലിയ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസാണ്. ഞങ്ങൾ കാണിച്ചു തരാം. കംപ്ലീറ്റ്ലി ഒരു പഴയതാണ്, ശരിക്കും ഭയങ്കര പഴയതാണ്. പക്ഷേ മൊത്തം പൊളിങ്ങിയിരിക്കുകയാണ്, കുറേ ഭാഗം പൊളിങ്ങിയിരിക്കുകയാണ്. അവിടെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോ ഐഡിയ ഗൈസ്. പോകാൻ പറ്റിയാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിലും അറിയില്ല പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ഇതിലായിട്ട് നടന്നു വന്നേ, ഇതിലാണ് നമ്മൾ ഇങ്ങനെ നടന്ന് അത്യാവശ്യം കുറേ ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ. ഇതിലൂടെ നമ്മുടെ ട്രീ വാക്കാണിത്, ട്രീ വാക്ക്. അടിപൊളിയാണ്. എന്തായാലും നല്ല വൈബുള്ള ഏരിയ കേട്ടോ. നല്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീലാണ്, നല്ല സുഖമാണ്. നല്ല തണുത്ത കാറ്റെല്ലാം കൊണ്ട് നല്ല അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയുക, നല്ല വൈബ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്ഥലം, നല്ല കാഴ്ചകളാണ്, നല്ല അടിപൊളി കാഴ്ചകളാണ്. നല്ലൊരു വ്യൂ ആണ്. നമ്മൾ എവിടെ ക്യാമറ വെച്ചാലും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സാധനമുണ്ട്. എന്തായാലും അടിപൊളി, ഒരു രക്ഷയില്ല. ഇവിടെ നമുക്ക് കയാക്കിങ്ങിൻ്റെ ഒരു ഇതുണ്ട്. കയാക്കിങ് ദിസ് വേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും PMAC കയാക്സ് എന്നാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് കയാക്കിങ് ഇവിടെ വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പ് ഇവരെ വിളിച്ച് വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമുക്ക് അറിയില്ലായിരുന്നു നമുക്കിവിടെ കയാക്കിങ് ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ള. അപ്പം നമ്മളിവിടെ വന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയി നോക്കാം നമുക്ക് അവൈലബിൾ കിട്ടുമില്ല എന്ന്. ഇത് നോക്കും, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ഇവിടെ നമുക്ക് കണ്ടോ. ഇവിടെ ഒരു പട്ടി നീന്തി വന്ന് ബോൾ എടുക്കുന്നു കണ്ടോ, എന്ത് ഭംഗി നോക്കും. നമുക്ക് ഇവിടെ ഇത് ശരിക്കും കയാക്കിങ് ഏരിയയാണ്. കയാക്കിങ് എനിക്കൊന്നും ആക്ച്വലി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് ബോട്ട് കിടക്കുന്നുണ്ട്. കയാക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു സ്ഥലം കേട്ടോ. അവർ ഇവിടെ നിന്ന് ഏതോ ഒരു ഗുഹയ്ക്കകത്തോടെ കൊണ്ടുവന്നാണ് പറയുന്നത് ശരിക്കും കയാക്കിങ് ചെയ്ത്. അത് അല്ല കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ്. നമുക്ക് ശരിക്കും നിങ്ങൾക്ക് വരുമ്പം ഇതിൽ നമുക്ക് എന്താ പറയുക, മണിക്കൂറിന് നമുക്ക് വരുന്നത് 2 hours നമുക്ക് കയാക്കിന് വരിക. 2 hours 2 hours കയാക്കിന് നമുക്ക് €30 ആണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ. 2 hours കയാക്കിന് നമുക്കിവിടെ നേരത്തെ വിളിച്ച് അവരുടെ പ്രീ ബുക്ക് ചെയ്യുകയാണ്. നമുക്ക് ഇന്ന സമയത്ത് വരുവാണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഇന്ന സമയത്ത് അവർ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അവരുടെ ടീം വരാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിൽ നല്ല ശരിക്കും പ്രീ ബുക്ക് ചെയ്ത് വരുന്നതാണ് ഏറ്റവും അടിപൊളി. അപ്പം ഒരാൾക്ക് €30 പിന്നെ നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓരോ ആക്ടിവിറ്റിക്കും നമ്മൾ സെപ്പറേറ്റ് റേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഓരോ ആക്ടിവിറ്റിക്കും കാര്യം ഇത് ടോട്ടലി ഒരു അഡ്വഞ്ചർ പാർക്കാണെങ്കിലും എല്ലാ ആക്ടിവിറ്റിക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം. ക്യാഷ് അല്ല, കാർഡ് പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റ് രണ്ടും. അപ്പോൾ ആ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ശരിക്കും അവർ ഒരു ടീം വരുന്നുണ്ട്. നേരത്തെ പോയ ഒരു ടീമാണെന്ന് തോന്നുന്നു, കയാക്കിങ്ങിന് പോയ ടീമാണെന്നു ഗൈസ്. ഇതാണ് നേരത്തെ പോയി കയാക്കിന് പോയ ടീം പോകുന്നത് കേട്ടോ. നല്ല രസമല്ല, എന്ത് ഭംഗി. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അവരെങ്ങനെ ഇതാ നോക്കി, ഇതിൻ്റെ അകത്ത് ഒരു 3 പേരുണ്ട്. അടിപൊളി സെറ്റ് വ്യൂ കേട്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പം അപ്പും ജോക്കൂട്ടനും പോയത് അഡ്വഞ്ചർ പ്ലേ കിങ്ഡമിലാണ്, സൂട്ടബിൾ ഫോർ അപ് ടു 12 years old ഇവിടെയാണ്. പക്ഷേ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും കാര്യമുണ്ട്. നമുക്ക് പേരൻസിന് പോകാമെന്നില്ല. പേരൻസിന് നമുക്ക് 2 പേരുണ്ട്, ഒരാൾക്ക് ഉള്ളിൽ കയറാം. നമുക്കിവിടെ ഇതുണ്ട്. ഇവിടെ പേരൻസാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നെല്ലാം പേരൻസ്.
ഇവിടെ ഇങ്ങനെ കളിക്കാം. പിള്ളേർക്കെല്ലാം ഇങ്ങനെ കളിക്കാൻ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും. നമുക്ക് ഉള്ളിൽ പോകട്ടെ, ഇവരുടെ കൂടെ എല്ലാം നടക്കുക. ഇതിനകത്തുള്ള ആക്ടിവിറ്റീസിനകത്ത് കയറാൻ പറ്റില്ല എന്നുള്ളൂ. നമുക്ക് അവരുടെ കൂടെ മൊത്തത്തിൽ കറങ്ങി നടന്ന് വരാനുള്ളത് പറ്റും. പിന്നെ നമുക്കിവിടെ ഇങ്ങനത്തെ ബോട്ടിങ് ഉണ്ട് കേട്ടോ. ഈ ബോട്ടിങ് ഫെസിലിറ്റീസ് ഉണ്ട്. 5 പേർക്ക് ആണ് നമുക്കത് 1 മണിക്കൂറോട്ട് ഉപയോഗിക്കാം. 40 യൂറോ. അതുപോലെ ഇവിടെ പല രീതിയിലുള്ള ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് റോയിങ് ബോട്ട് ഹയറാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് റോയിങ് ബോട്ട് ഹയറാണ്. 40 യൂറോ പെർ അവർ, മാക്സിമം 5 പീപ്പിൾ. പിന്നെ നമുക്കിവിടെ അല്ലാത്തതുമുണ്ട്. ബോട്ട് ടൂസ് ഉണ്ട്. അഡൽട്ട് 22, സ്റ്റുഡൻസ് 18, ചിൽഡ്രൻസ് അണ്ടർ 3 ഫ്രീ എന്ന് പറയുന്നത് ബോട്ട് ടൂസ്, പ്രൈവറ്റ് റോയിങ് ബോട്ട്, ഇതെല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഈവൻ സ്പീഡ് ബോട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. 1 hour ഗൈഡഡ് വിസിറ്റ് ഐലൻഡ്. സ്പീഡ് ബോട്ടിൽ 20 minutes സ്പിൻ അറൗണ്ട് ദ ലേക്ക്, മിനിമം 5 people. അങ്ങനെ നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ ഇതുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുന്നത് റോയിങ് ബോട്ടിനാണ്. റോയിങ് ബോട്ട് ഹയറിന് വേണ്ടി നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പറയാനാണ് പറയുന്നത്. ഈ ഇപ്പോൾ പോയ ഈ കൊച്ചെല്ലാം ഇതിന് സെറ്റ് ചെയ്യുന്ന കേട്ടോ. നമ്മുടെ ബോട്ട് സെറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇങ്ങനെ കറങ്ങി വരാം. നല്ല രസമായിട്ട് ഇങ്ങനെ കറങ്ങി വരാൻ അതിൻ്റെ അകത്ത്. നമുക്ക് വലിയ ബോട്ട് എടുത്ത് നമുക്ക് ചുറ്റും കറങ്ങാൻ പോകണമെങ്കിൽ ഇങ്ങനത്തെ അനൗൺസ്മെന്റ്. 2 castles, one which featured grand designs, the world famous Teddybear Island, and we tell you a little bit of history and lore about the local area. This is our first trip of the day, departing the harbour here at 1:30. Tickets are available on board. Thank you from all of us here at Lockheed Boats. അങ്ങനെ നല്ല കാഴ്ച കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളാണ്. പക്ഷേ എനിക്കൊന്ന് ഇപ്പോൾ കാലാവസ്ഥ ഇച്ചിരി മഴയായെന്ന് തോന്നുന്നു ഗൈസ്. മഴയുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ അവരോട് ചോദിച്ചു, ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ക്യാപ്റ്റനോട് ചോദിച്ചു പിള്ളേരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സ്വാപ്പ് ചെയ്തോ, 20 minutes കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സ്വാപ്പ് ചെയ്യാനാണ് ഞങ്ങളോട് പറയാം. അപ്പോൾ സ്വാപ്പ് ചെയ്താൽ നമുക്ക് 2 പേരെയും എല്ലാവർക്കും പോകാൻ പറ്റും. നമ്മൾ ശരിക്കും 5 അഡൽട്ട്സും 2 കിഡ്സും 2 ഇൻഫൻസും ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും 9 പേർക്കും പോകാൻ പറ്റും. അപ്പോൾ സ്വാപ്പിംഗ് ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് ഒരു ബോട്ടിൻ്റെ പ്രൈസിന് നമുക്ക് 9 പേർക്കും യാത്ര ചെയ്യാം. നല്ല ഐഡിയ അല്ലേ? നല്ല ഐഡിയ ആണത്. അപ്പം നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് നിക്സന് വരാൻ വേണ്ടിയിട്ട്. നിക്സൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടെടുത്ത് നമ്മൾ പോവും. ഞാൻ നിത്യം ജോക്കോട്ടനും അപ്പൂസും മാത്തിനും കൂടെ പോകാനാണ് ഗൈസ് പ്ലാൻ. തൊഴിയന്മാരൊക്കെ വരും എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ പോവും. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൈസ് നിക്സനും അഞ്ചും അമ്മൂസും അമ്മയും കൂടെ പോവുക. പുഴയുള്ള പുറപ്പാടാണ് ഗൈസ്. രക്ഷയില്ല. ബോട്ട് മറിക്കുക. നിക്സ ബോട്ട് മറിച്ചിട്. ബോട്ട് പറപ്പിക്കുക. അങ്ങനെ നിക്സനും അഞ്ചും അമ്മയും അമ്മൂസും കൂടെ പോവുക. പോട്ടെ. അല്ല, ഇവിടുന്ന് കുറച്ച് മാറിട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ മച്ചന്മാരെ, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേ 1. അപ്പോൾ ഡേ 2 ഉണ്ട്. ഡേ 2 നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാനാണ്. നമുക്ക് കുറേ നീണ്ടു പോകും വീഡിയോ. നമുക്ക് ഇഷ്ടംപോലെ കാണാനും കാഴ്ചകളാണ്. ഇന്ന് നമ്മൾ ശരിക്കും റോസ് കോമൺ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ശരിക്കും ഒരു ചെറിയ സ്ഥലമാണ്. പക്ഷേ റോസ് കോമണിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ഡോണികളിലാണ് വരിക. അപ്പോൾ ഡോണികളിലെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ആയിരിക്കും ഇനി വരുന്ന അടുത്ത വീഡിയോയിൽ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഓൺ ചെയ്ത് വെച്ചേക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.